മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത മഹാനടനാണ് മമ്മൂട്ടി. മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടി സാർ. അദ്ദേഹം അഭിനയ മികവ് കൊണ്ട് മലയാളികളുടെ മനസ്സിനെ കീഴടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മദേശം എന്ന് പറയുമ്പം എറണാകുളം ജില്ലയിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി എന്നാണ് യഥാർത്ഥ പേര്. അതുപോലെ തന്നെ മമ്മൂട്ടി അഭിനയിക്കുന്ന ഓരോ സിനിമയിലും അദ്ദേഹം അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നുമോ? ഇല്ല, അദ്ദേഹം ആ കഥാപാത്രത്തിലൂടെ ജീവിക്കുകയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം ഓരോ സിനിമയിലൂടെയും പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം അഭിനയത്തിൻ്റെ ഒരു ഹിമാലയം തന്നെയാണ് കേട്ടോ, അല്ല നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി എന്നാണ്. അദ്ദേഹത്തിന് 1990 ഒരു വടക്കൻ വീരഗാഥ, അതുപോലെ തന്നെ മതിലുകൾ എന്നീ സിനിമകൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1994 പൊന്തന്മാട, വിധേയൻ എന്നീ സിനിമകൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2000 ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2026 ഭ്രമയുഗം എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2024 കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള അവാർഡിന് അർഹനായതാരാണ്? മമ്മൂട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭ്രമയുഗം എന്ന സിനിമയിൽ അഭിനയിച്ചതിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ 1998 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. മമ്മൂട്ടി സാറിന് അല്ലെ മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ 2026 അദ്ദേഹത്തെ ഇന്ത്യ മഹാരാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി. 2026 മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. മമ്മൂട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാളത്തിലെ മഹാനടനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അഭിനയ മികവെന്ന് പറഞ്ഞാൽ അത് വാക്കുകൾക്കും മേലെയാണ്, അല്ലെങ്കിൽ വാക്കുകൾക്കും അതീതമാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലുള്ള കഴിവെന്ന് പറഞ്ഞാൽ പ്രശംസനാതീതമാണ്, പ്രശംസകൾക്കും ഒക്കെ മേലെയാണ്, അതീതമാണ്.